ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് പ്ലാസ്റ്റിക്സ്. അപ്പോൾ എന്താണ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചില പോളിമേഴ്സ് എന്താണ് ഹൈ ടെമ്പറേച്ചറിൽ ഫ്ലോ പ്രോപ്പർട്ടീസ് ലിക്വിഡ് പോലെ ബിഹേവ് ചെയ്യും. അതുപോലെ എന്താണ് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാർഡായിട്ടുള്ള യൂസബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് കിട്ടും. അത്തരം സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ ഫ്ലോ പ്രോപ്പർട്ടീസും കാണിക്കും, കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസും കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. പ്ലാസ്റ്റിക്സ് തന്നെ 2 ടൈപ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. തെർമോ പ്ലാസ്റ്റിക്സും ഉണ്ട്, അതുപോലെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും ഉണ്ട്. നെക്സ്റ്റ് അതിൻ്റെ 2 ക്ലാസിഫിക്കേഷനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോളിമേഴ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യത്തേതാണ് എന്ത്? തെർമോ പ്ലാസ്റ്റിക്സ്. തെർമോ പ്ലാസ്റ്റിക്സിൽ ഒരു 4 എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്? പോളിത്തീൻ അല്ലെങ്കിൽ പോളി എത്തലീൻ എന്ന് പറയുന്നത്. ഈ പോളിത്തീൻ തന്നെ 2 ടൈപ്സ് ആണ് വരുന്നത്. ലോ ഡെൻസിറ്റി പോളിത്തീനും അതുപോലെ ഹൈ ഡെൻസിറ്റി പോളിത്തീനും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലോ ഡെൻസിറ്റി പോളിത്തീനാണ്. ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്രാഞ്ചഡ് ചെയിൻ, ബ്രാഞ്ചസ് ഉള്ള ഒരു പോളിമറാണ്. നമുക്ക് ഏതാണ്? എത്തലീനെ നമുക്ക് ഒരു ഹൈ ടെമ്പറേച്ചർ 473 കെൽവിനിലും അതുപോലെ ഹൈ പ്രഷറിൽ 500 to 1500 atm പ്രഷറിൽ ഓക്സിജൻ ഇനീഷ്യേറ്ററിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പോളിത്തീൻ, ലോ ഡെൻസിറ്റി പോളിത്തീൻ കിട്ടുന്നത്. ഈ ഡബിൾ ബോണ്ട് ബ്രേക്കായി 2 സൈഡിലും എന്തായി? അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ട് നമുക്ക് ലോ ഡെൻസിറ്റി പോളിത്തീൻ കിട്ടും. ഈ ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറയുന്നത് ഹൈലി ഫ്ലെക്സിബിൾ ആയിരിക്കും, അതുപോലെ കെമിക്കൽസിനും മോയ്സ്ചറിനൊക്കെ ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും? പാക്കിംഗ്, റാപ്പിംഗ് ഫിലിംസ്, ലബോറട്ടറി വെയർ, വാഷ് ബോട്ടിൽസ്, ഇറിഗേഷൻ പൈപ്പ്, അതുപോലെ ഇലക്ട്രിക് വയേഴ്സിൻ്റെയും കേബിളിൻ്റെയൊക്കെ ഇൻസുലേറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലോ ഡെൻസിറ്റി പോളിത്തീൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് എന്ത്? ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻസിലാണ്. ഇതെന്താണ്? ഒരു നേരത്തെ ലോ ഡെൻസിറ്റി പറഞ്ഞ ബ്രാഞ്ചഡ് പോളിമർ ആയിരുന്നു. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീനിയർ പോളിമറാണ്. എത്തലീൻ്റെ പോളിമറൈസേഷൻ വഴി തന്നെയാണ്, പക്ഷേ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അതുപോലെ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡറേറ്റ് പ്രഷറിലായിരിക്കും. നമ്മൾ ഹെക്സൈൻ അല്ലെങ്കിൽ സൈക്ലോ ഹെക്സൈൻ പോലത്തെ സോൾവൻസിലാണ് റിയാക്ഷൻ ചെയ്യുക. അതുപോലെ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ, നൈട്രജൻ്റെ പ്രസൻസിൽ, അതുപോലെ സിഗ്ലനാറ്റ കാറ്റലിസ്റ്റ്, AlC2H5 ത്രൈസും ടൈറ്റാനിയം ടെട്രാക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? ഹൈ ഡെൻസിറ്റി പോളിത്തീൻ കിട്ടുന്നത്. എത്തലീനാണ്. എത്തലീൻ 2 സൈഡിക്ക് എന്താണ് എക്സ്റ്റെൻഡ് ചെയ്തു അതിൻ്റെ ബോണ്ട്. എന്തിൻ്റെ പ്രസൻസിലാണ്? സിഗ്ലനാറ്റ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലും. പ്രഷർ എന്ന് പറയുന്നത് ലോ ആണ്, ടെമ്പറേച്ചറും എന്തായിരിക്കും? ലോ കണ്ടീഷൻസ് ആകുമ്പോഴാണ് നമുക്ക് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ കിട്ടുന്നത്. ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം ഹൈ ആയിരിക്കും. സ്റ്റിഫ്നെസ്സും ഹാർഡ്നെസ്സും എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആയിരിക്കും. ഇതും അതുപോലെ തന്നെ കെമിക്കൽസിനും മോയ്സ്ചറിനൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. നമുക്ക് ടോയ്സ്, ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈ ഡെൻസിറ്റി പോളിത്തീൻ യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് എക്സാമ്പിൾ ആണ് എന്ത്? പോളിസ്റ്റൈറീൻ. പോളിസ്റ്റൈറീൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റൈറീൻ്റെ പോളിമറൈസേഷൻ വഴിയാണ് 353 കെൽവിനിൽ ബെൻസോയിൽ പെറോക്സൈഡ് ഇനീഷ്യേറ്ററിൻ്റെ പ്രസൻസിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പോളിസ്റ്റൈറീൻ. സ്റ്റൈറീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ മുകളിൽ എന്താണ്? ഒരു CH ഡബിൾ ബോണ്ട് CH2, ഈ ഡബിൾ ബോണ്ട് മാറിയിട്ട് 2 സൈഡിലും ബോണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പോളിസ്റ്റൈറീൻ കിട്ടുന്നത്. പോളിസ്റ്റൈറീനും എന്താണ്? ലീനിയർ പോളിമറാണ്. അത് ആസിഡ്സിനും ആൽക്കലി ഓക്സിഡൻസ് റെഡ്യൂസിങ് ഏജൻസിനൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് പോളിസ്റ്റൈറീൻ. അതുപോലെ അതെന്താണ്? ബ്രിട്ടിൽനെസ്സും പുവർ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിരിക്കും. പുവർ വെതറിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ആര് കാണിക്കുന്നത്? പോളിസ്റ്റൈറീൻ കാണിക്കുന്നത്. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു ടൈപ്പ്, പൊടിഞ്ഞു പോവുക, അതാണ് ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. പിന്നെ പുവർ ഹീറ്റ് റെസിസ്റ്റൻസ്, പുവർ വെതറിങ് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് കാണിക്കുന്നത്. ജാസ്, ബോട്ടിൽ, TV, റേഡിയോ, ക്യാബിനറ്റ്സ്, ടോയ്സ്, ഫോംഡ് പ്ലാസ്റ്റിക്സ്, ഇലക്ട്രിക്കൽ ഇൻസുലേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോളിസ്റ്റൈറീൻ യൂസ് ചെയ്യുന്നത്. ഈ തേർഡ് എക്സാമ്പിൾ ആണ് എന്ത്? പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC. പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ വിനൈൽ ക്ലോറൈഡിൻ്റെ പോളിമറൈസേഷൻ ഒരു ലോ ടെമ്പറേച്ചർ 393 കെൽവിനിൽ
വിനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH അടുത്തൊരു ഹൈഡ്രജന് പകരം ക്ലോറിൻ വരുന്നതാണ് വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡിൻ്റെ പോളിമറൈസേഷൻ ഏതിൻ്റെ പ്രസൻസിൽ? ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2ൻ്റെ പ്രസൻസിൽ അതേ ഡബിൾ ബോണ്ട് രണ്ട് സൈഡിലും എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടാണ് നമുക്ക് പോളിവിനൈൽ ക്ലോറൈഡ് കിട്ടുന്നത്. ഇതെന്താണ്? ടഫ് ഹോൺ ലൈക്ക് മെറ്റീരിയൽ ആണ്. ആൽക്കലീസിനും ആസിഡ്സിനും ഓക്സിഡൈസിങ് ഏജൻസിനും റെഡ്യൂസിങ് ഏജൻസിനൊക്കെ ഹൈ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. പൈപ്സ്, എക്യുപ്മെൻറ്റ് പാർട്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ വയേഴ്സിൻ്റെയും കേബിൾസിൻ്റെ ഒക്കെ കവറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ PVC യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് എക്സാമ്പിളാണ് പോളി ടെട്രാ ഫ്ലൂറോ എഥലീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ നെയിം? ടെഫ്ലോൺ എന്ന് പറയുന്ന നെയിം. എന്തെന്നാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ടെട്രാ ഫ്ലൂറോ എഥലീൻ CF2 ഡബിൾ ബോണ്ട് CF2 എന്നാണ് നമ്മൾ ടെഫ്ലോൺ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഇനീഷ്യേറ്റർ? H2O2. ടെഫ്ലോൺ അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ടെട്രാ ഫ്ലൂറോ എഥലീന് പോളിമറൈസേഷൻ നടന്നിട്ടാണ് നമുക്ക് ടെഫ്ലോൺ കിട്ടുന്നത്. ടെഫ്ലോൺ എന്താണ്? ഒരു ലീനിയർ പോളിമറാണ്. ഓൾമോസ്റ്റ് എല്ലാ കെമിക്കൽസിനും റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. എക്സെപ്റ്റ് ചെയ്താണ് ആൽക്കലി മെറ്റൽസിനോട് മാത്രമാണ് അത് റിയാക്ഷൻസ് കാണിക്കുന്നത്. ഇത് ടെഫ്ലോൺ എന്ന് പറയുന്നത് ഹൈലി ടഫും അതുപോലെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ പമ്പ് വാൽവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പൈപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മോട്ടോഴ്സ്, കോയിൽസ്, കപ്പാസിറ്റർ, ജനറേറ്റർ, ട്രാൻസ്ഫോമേഴ്സിനൊക്കെ ഇൻസുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെന്താണ് കുക്ക് വെയർസ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നോൺ സ്റ്റിക്ക് കുക്കിംഗ് യൂട്ടൻസിൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ടെഫ്ലോൺ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് തെർമോ പ്ലാസ്റ്റിക്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് കാറ്റഗറി എന്താണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആണ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിൽ 2 എക്സാമ്പിൾസ് ആണ്. അതിൽ ഫസ്റ്റ് എക്സാമ്പിളാണ് എന്ത്? ബെക്കലൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ഹിസ്റ്ററി പോലെ പറയുന്ന ഒരു 1871 അഡോൾഫ് വോൺ ബെയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഫീനോളും ഫോർമാൽഡിഹൈഡ് തമ്മിൽ റിയാക്ഷൻ നടന്നപ്പോൾ ഒരു ഹാർഡ് പോറസ് ആയിട്ടുള്ള റെസിൻസ് കിട്ടി. അപ്പോൾ ആ റെസിനിൽ ബെയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അത്ര പ്രോപ്പർട്ടീസ് ഒന്നും കണ്ടെത്തിയില്ല, ഇൻട്രസ്റ്റ് ഉള്ള പ്രോപ്പർട്ടീസ് ഒന്നും കണ്ടെത്തിയില്ല. അപ്പോൾ അതിനെന്താണ് റിപ്പോർട്ട് ചെയ്തില്ല, അയാൾ ആ ഫൈൻഡിങ്സ് ഒന്നും റിപ്പോർട്ട് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് ഒന്നും നടത്തിയില്ല. പക്ഷെ അതിനുശേഷം ബെൽജിയൻ കെമിസ്റ്റ് ബെക്കലാൻ എന്ന് പറയുന്ന ഒരു കെമിസ്റ്റ് എന്ത് ചെയ്തു? ഈ ഒരു റെസിനിൽ ഹൈ പൊട്ടൻഷ്യൽ കണ്ടെത്തി. ഇതിൻ്റെ പ്രോപ്പർട്ടീസും ഈൽഡൊക്കെ ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് ബെക്ലാൻഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഇതിനെ പാറ്റേൺ ചെയ്തു. അണ്ടർ ദ നെയിം ബെക്കലൈറ്റ് എന്നുള്ള നെയിമിൽ അയാൾ പാറ്റേൺ ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ റിയാക്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീനോളും ഫോർമാൽഡിഹൈഡ് ഒന്നിലി ആസിഡ് അല്ലെങ്കിൽ ഒരു ആൽക്കലൈൻ്റെ പ്രസൻസിൽ പോളിമറൈസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബെക്കലൈറ്റ് കിട്ടുന്നത്. അപ്പോൾ റിയാക്ഷൻസ് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഫീനോൾ എന്ന് പറഞ്ഞാൽ ബെൻസിൻ റിംഗിൽ OH ഉള്ളതാണ് നമ്മുടെ ഫീനോള്. ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ HCHO HC ഡബിൾ ബോണ്ട് OH ആണ് നമ്മുടെ ഫോർമാൽഡിഹൈഡ് വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ബേസിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുമ്പോൾ OHൻ്റെ ഓർത്തോ പൊസിഷൻ തൊട്ടടുത്ത പൊസിഷനിൽ CH2OH വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ OHൻ്റെ പാരാ പൊസിഷനിൽ CH2OH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് മോണോ മെഥലോൾ ഫീനോൾസ് കിട്ടും. ഇനി വീണ്ടും ഫോർമാൽഡിഹൈഡിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ പ്രൊഡക്റ്റിൻ്റെ സെക്കൻഡ് ഓർത്തോ OHൻ്റെ സെക്കൻഡ് ഓർത്തോ പൊസിഷനിൽ CH2OH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ഈ OHൻ്റെ ഓർത്തോ പൊസിഷനിൽ CH2OH വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഡൈമെഥൈലോൾ ഫിനോൾസ് കിട്ടും. വീണ്ടും ഫോർമാൽഡിഹൈഡ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെൻസീൻ റിംഗിലെ ബാക്കി ഇവിടുത്തെ പാരാ പൊസിഷൻ OHൻ്റെ പാരാ പൊസിഷനിലും ഈ OHൻ്റെ ഇവിടെയുള്ള ഓർത്തോ പൊസിഷനിലും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ട്രൈമീഥലോൾ ഫീനോൾ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഫീനോളും ഫോർമാൽഡിഹൈഡും തമ്മിൽ റിയാക്ട് ചെയ്ത് എത്രത്തോളം ഫോർമാൽഡിഹൈഡ് ഉണ്ടോ അത്രയും റിയാക്ഷൻസ് നടന്ന് നമുക്ക് ലാസ്റ്റ് എന്താ കിട്ടുക? ഒരു ട്രൈമീഥലോൾ ഫീനോളാണ്. അപ്പോൾ ഫീനോളും ഫോർമാൽഡിഹൈഡും റിയാക്ട് ചെയ്ത് നമുക്ക് കുറേ മെഥലോൾ ഫിനോൾസാണ് കിട്ടുക. അപ്പോൾ ഏത് മെഥലോൾ ഫിനോൾസാണ് കിട്ടുക എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്ത ഫീനോളിൻ്റെയും അതുപോലെ ആൽഡിഹൈഡിൻ്റെയും റേഷ്യോനെ അല്ലെങ്കിൽ നമ്മൾ ഏത് കാറ്റലിസ്റ്റാണ് യൂസ് ചെയ്യുക അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഏതാ പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. അപ്പോൾ ഈ മെഥലോൾ ഫീനോൾസ് ഒന്നില്ലെങ്കിൽ അവരുടെ ഇടയിൽ തന്നെ കണ്ടൻസേഷൻ നടക്കും, അല്ലെങ്കിൽ എന്താണ് ഒരു ഫീനോൾ വേറെ ഫീനോൾ ഗ്രൂപ്പ് ഉണ്ട് അവരുടെ ഇടയിൽ കണ്ടൻസേഷൻ നടന്നിട്ട് നമുക്ക് എന്താണ് മെത്തലീൻ ലിങ്കേജസ് രണ്ട് മോളിക്യൂൾസ് തമ്മിൽ CH2 ലിങ്കേജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെത്തലീൻ ലിങ്കേജസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ CH2OHലെ ഈ
OH ഇവിടുത്തെ ഹൈഡ്രജനും റിമൂവ് ആവും, H2O റിമൂവ് ആയിട്ട് ഈ CH2 എങ്ങോട്ട് വന്ന് അറ്റാച്ച് ചെയ്യും, ഈ ബെൻസീൻ റിങ്ങിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഇനി ഇവിടെ ആണെന്നുണ്ടെങ്കിലും ഈ CH2 ഇവിടുത്തെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഇവിടുത്തെ ഹൈഡ്രജനും ഈ OHും കൂടെ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യും. എന്നിട്ട് ഈ CH2 ഈ ബെൻസീൻ റിങ്ങിനായിട്ട് ബോണ്ട് ഫോം ചെയ്ത് ഇവിടെ മെഥലീൻ ലിങ്കേജസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ലാർജ് നമ്പർ ഓഫ് ഫോർമാൽഡിഹൈഡ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്ഷൻ ഫർദർ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്കൊരു ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള 3 ഡയമെൻഷണൽ പോളിമറാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് 2 മോളിക്യൂൾസ് ആണ്, പക്ഷേ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ താഴേക്കും മെത്തലീൻ ലിങ്കേജസ് സൈഡിലൂടെയും മെത്തലീൻ ലിങ്കേജസ് ഫോം ചെയ്ത് നമുക്ക് എന്താണ് ഒരു 3 ഡയമെൻഷണൽ പോളിമറാണ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവരുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് ഗുഡ് കെമിക്കൽ റെസിസ്റ്റൻസും ഹീറ്റ് റെസിസ്റ്റൻസും സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതൊക്കെ എന്താണ് വളരെയധികം ഹൈ ആയിരിക്കും. ഇനി ബെക്കലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ലോ ഡിഗ്രി ഓഫ് പോളിമറൈസേഷൻ നടന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുന്നത് സോഫ്റ്റ് ബെക്കലൈറ്റ്സ് ലാക്വേഴ്സിലും വാർണിഷസിലൊക്കെയാണ്. അതുപോലെ ഹീറ്റ് സെറ്റിംഗ് അഡ്ഹസീവ് പ്ലൈവുഡിലുള്ള ഹീറ്റ് സെറ്റിംഗ് അഡ്ഹസീവ് ആയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ബെക്കലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഹാർഡ് ബെക്കലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ഡിഗ്രി പോളിമറൈസേഷൻ ക്രോസ് ലിങ്ക് ചെയ്ത ഹൈ ഡിഗ്രി പോളിമറൈസേഷൻ നടന്ന ബെക്കലൈറ്റ്സിനെയാണ് നമ്മൾ ഹാർഡ് ബെക്കലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അവ നമ്മൾ ഇലക്ട്രിക്കൽ ഐറ്റംസ്, ടെലിഫോൺ ഇൻസ്ട്രുമെൻറ്റ്, കോംസ്, ഫൗണ്ടെയിൻ പെൻ ബാരൽസ്, ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർഡ് ബെക്കലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിലെ രണ്ടാമത്തതാണ് എന്ത് മെൽമാക് അല്ലെങ്കിൽ മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്രാൻഡ് നെയിമാണ് എന്ത് മെൽമാക് എന്ന് പറയുന്നത്. അപ്പോൾ മെലാമിനും ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻസിനനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കിട്ടുക. ടെമ്പറേച്ചർ എത്ര ടെമ്പറേച്ചറിലാണ് പ്രഷറിലാണ് നമ്മൾ ഏത് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടന്ന് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മെലാമിൻ എന്ന് പറയുന്നത് എന്താണ് ബെൻസീൻ റിങ്, ഒരു 6 മെമ്പേർഡ് റിങ് ആണ്. ബെൻസീൻ റിങ് പോലെ തന്നെ 3 പൊസിഷൻ ഓൾട്ടർനേറ്റ് ആയിട്ട് 3 പൊസിഷനിൽ നൈട്രജനും പിന്നെ ഓരോ ഹൈഡ്രജന് പകരം എന്താണ് ഓൾട്ടർനേറ്റ്ലി ഹൈഡ്രജൻ്റെ പൊസിഷന് പകരം NH2 ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മെലാമിൻ. ഈ മെലാമിനും ഫോർമാൽഡിഹൈഡും കൂടെ ഫസ്റ്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു NH2 എന്തായിട്ട് മാറേണ്ടത് NHCH2OH ആയിട്ട് ഒരു റെസിൻ ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇതിന് ഫർദർ പോളിമറൈസേഷൻ നടന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് മെലാമിൻ പോളിമർ കിട്ടുന്നത്. ഈ സൈഡിലും ഇവിടെ NHലൊക്കെ എന്ത് ചെയ്തു ഫർദർ എന്താണ് ബോണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് പോളിമർ ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സെവറൽ ഫോംസ് ഓഫ് ദീസ് റെസിൻ, ഈ റെസിൻ്റെ സെവറൽ ഫോംസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ ഫോമും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ ഏത് ടെമ്പറേച്ചറിലാണ് പ്രഷറാണ് ഏത് കാറ്റലിസ്റ്റാണ് യൂസ് ചെയ്യുന്നതിനുള്ളത് എന്നനുസരിച്ചിട്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിൻസിനെ കിട്ടുന്നത്. ഇനി മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻസിനെ നമ്മൾ സെല്ലുലോസ്, വുഡ് ഫ്ലോർ, മിനറൽ ഫില്ലേഴ്സ് ഒക്കെ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അൺബ്രേക്കബിൾ ക്രോക്കറി, അതുപോലെ കിച്ചൺ യൂട്ടൻസിൽസ്, ഡിന്നർവെയർസ്, ബോൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് ലാമിനേറ്റിംഗ് സർഫസ് മെറ്റീരിയൽസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്സും ക്യാബിനറ്റ് ഫേസിങ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെൽമാക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക. അതുപോലെ ഇൻസുലേറ്റിംഗ് ആൻഡ് സൗണ്ട് പ്രൂഫിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ മെൽമാക്ക് റെസിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ച് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിന്തറ്റിക് പോളിമേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. 3 എണ്ണമാണ് പഠിക്കാനുള്ളതിൽ ഫസ്റ്റ് വണ്ണാണ് കെവ്ലാർ. കെവ്ലാർ എന്ന് പറയുന്നത് അവരെ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രാൻഡ് നെയിമാണ് കെവ്ലാർ. കെമിക്കൽ നെയിം എന്ന് പറയുന്നത് പോളി പാരാഫിനൈലൈനിൻ ടെറിഫ്താലമൈഡ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു ആരോമാറ്റിക് പോളിയമൈഡ്. ആ പോളിയമൈഡിൽ എന്ത് പ്രസൻ്റ് ആയിരിക്കും, ഒരു ആരോമാറ്റിക് അല്ലെങ്കിൽ ബെൻസീൻ റിങ് പ്രസൻ്റ് ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ മോണോമേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പാരാഫിനൈലിൻ ഡയമീനും അതുപോലെ ടെറിഫ്താലോയിൽ ക്ലോറൈഡ് ആണ് അതിൻ്റെ മോണോമേഴ്സ് വരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കണ്ടൻസേഷൻ പ്രൊഡക്റ്റാണ് എന്ത് കെവ്ലാർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു വേറൊരു പോയിന്റ് എന്താ വെച്ചാൽ ഇറ്റ് ഇസ് എ പാരാ അമൈഡ്. ഒരു പാരാ അമൈഡാണ് നമുക്ക് പ്രൊഡക്റ്റിൽ കിട്ടുന്നത്.
അപ്പോൾ കെവ്ലാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അമൈഡ് ഗ്രൂപ്പ്, സി ഡബിൾ ബോണ്ടോ NH. ഇത് ത്രൂ ഔട്ട് നമുക്ക് ആ ഗ്രൂപ്പ് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതൊരു പോളി അമൈഡ് ആയത്. ഇനി ഇതെന്താണ്, ഈ ഒരു അമൈഡ് ഗ്രൂപ്പിൻ്റെ ഓർത്തോമെറ്റ പാരാ പൊസിഷനിലാണ് അടുത്ത അമൈഡ് ഗ്രൂപ്പ്. ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓർത്തോമെറ്റ പാരാ പൊസിഷനിലാണ് അടുത്ത അമൈഡ് ഗ്രൂപ്പ് വരുന്നത്. അതുകൊണ്ടാണ് ഇതെന്തായത് ഒരു പോളി അമൈഡ്, എന്താണ്, പാരാ പോളി അമൈഡായിട്ട് മാറിയത്. ഇനി ഇത് എന്തൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഫാബ്രിക്സിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഷീറ്റ് ഫോമൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈ ടെക്സൈൽ സ്ട്രെങ്ത് ആയതുകൊണ്ട് സ്റ്റീലിനായി 5 times ആണ് കാണിക്കുന്നത്. ഹൈ ടെക്സൈൽ സ്ട്രെങ്ത് ആയതുകൊണ്ട് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ്, മിലിറ്ററി കോമ്പാക്ട് ഹെൽമെറ്റ്, പവർ പ്രൂഫ് ഗാർമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ബുൾ റൈഡേഴ്സ് വിയർ ചെയ്യുന്ന വെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ റൈസിങ് മോട്ടോർ സൈക്ലിസ്റ്റിൻ്റെ വെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? കെവ്ലാറാണ് യൂസ് ചെയ്യുന്നത്. ഇനി വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യാം? മാനുഫാക്ചർ ഓഫ് ഗ്ലൗസ്, സ്ലീവ്സ്, ജാക്കറ്റ്, ക്യാപ്സ്, അതുപോലെ വേറെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് കെവ്ലാറാണ് യൂസ് ചെയ്യുന്നത്. ഈ കെവ്ലാർ കൊണ്ട് മാനുഫാക്ചർ ചെയ്ത ഈ സബ്സ്റ്റൻസ് ഒക്കെ യൂസേഴ്സിനെ കട്ട്സിനും അബ്രാഷനും ഹീറ്റിനൊക്കെ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി കെവ്ലാറിൻ്റെ വേറൊരു യൂസ് എന്ന് പറയുന്നത് ബൈസൈക്കിൾ ടയേഴ്സിൽ ലൈനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇന്നർ ലൈനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കെവ്ലാർ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താ ചെയ്യുക? പങ്ക്ചറിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ അക്വാസ്റ്റിക് പ്രോപ്പർട്ടീസ് അല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് പ്രോപ്പർട്ടീസ് ഗുഡ് ആയതുകൊണ്ട് അതിനെ നമ്മൾ മാർച്ചിങ് ഡ്രംസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻസിൻ്റെ ബൗസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് പറയാനുള്ളത് നോമെക്സ്. നോമെക്സ് എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിമാണ്. കെമിക്കൽ നെയിം എന്ന് പറയുന്നത് പോളിമെറ്റ ഫിനൈലിൻ ഐസോഫ്താലിമൈഡ് ആണ്. ഇതും നമ്മുടെ ബ്രാൻഡ് നെയിമിലാണ്, നോമെക്സ് എന്നുള്ള നെയിമിലാണ് കൂടുതലായിട്ട് പോപ്പുലർലി അറിയപ്പെടുന്നത്. ഇതെന്താണ്? ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു ആരോമാറ്റിക് പോളിയമൈഡാണ്. പക്ഷേ മെറ്റ ആരോമാറ്റിക് പോളിയമൈഡാണ്. സി ഡബിൾ ബോണ്ട് NH എന്ന് പറയുന്ന അമൈഡ് ഗ്രൂപ്പിൻ്റെ ഓർത്തോ മെറ്റ പൊസിഷനിലാണ് അടുത്ത അമൈഡ് ഗ്രൂപ്പ് വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓർത്തോ മെറ്റ പൊസിഷനിലാണ് അടുത്ത അമൈഡ് ഗ്രൂപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു മെറ്റ ആരമൈഡായി മാറിയത്. ഇനി അതിൻ്റെ മോണോമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റാഫെലനിൻ ഡയമീനും അതുപോലെ ഐസോഫ്തലോൾ ക്ലോറൈഡാണ് അതിൻ്റെ മോണോമേഴ്സ് വരുന്നത്. ഇത് രണ്ടിന് കണ്ടൻസേഷൻ പ്രൊഡക്റ്റാണ് എന്ത്? നൊമെക്സ് എന്ന് പറയുന്നത്. നൊമെക്സും നേരത്തെ പറഞ്ഞ പോലെ ഫാബ്രിക്സിൽ മൂവ് ചെയ്യാനും അതുപോലെ ഷീറ്റ് ഫോമൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നൊമെക്സിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താ? എക്സലൻ്റ് ആയിട്ടുള്ള ഹീറ്റ് ആൻഡ് ഫ്ലെയിം റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്? ഹീറ്റെന്നും ഫ്ലെയിമെന്നും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും? നൊമെക്സ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഫയർ ഫൈറ്റേഴ്സ്, മിലിറ്ററി പൈലറ്റ്സ്, മിലിറ്ററി ടാങ്ക് ഡ്രൈവേഴ്സ്, റേസ് കാർ ഡ്രൈവേഴ്സ് ഒക്കെയാണ് അത് വെയർ ചെയ്യുന്നത്. ഹൂഡ്സ് ഒക്കെ നമുക്ക് ഏത് യൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും? നൊമെക്സ്. ഫയർ ഫൈറ്റേഴ്സിൻ്റെ ഹൂഡ്സൊക്കെ നൊമെക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പം നൊമെക്സ് എന്ന് പറയുന്നതിന് തെർമൽ ഇൻസുലേഷൻ പർപ്പസിനും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി നൊമെക്സ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ലാമിനേറ്റ്സ്, അതായത് സർക്യൂട്ട് ബോർഡ്സിൽ, ട്രാൻസ്ഫോമർ കോഴ്സിലൊക്കെയാണ് നമുക്ക് നൊമെക്സ് കാണാൻ പറ്റുന്നത്. ഇനി ഷീറ്റ് ഫോമിലാണെന്നുണ്ടെങ്കിൽ നൊമെക്സ് നമുക്ക് ഓട്ടോമൊബൈൽസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഷീറ്റ് ഫോമിൽ നമ്മൾ നോമെക്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹീറ്റ് പ്രൂഫ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓട്ടോമൊബൈൽസ്, അതുപോലെ ഹൈ ടെമ്പറേച്ചർ ഹോസസ്, സ്പാർക്ക് പ്ലഗ്സിലുള്ള ഇൻസുലേഷനൊക്കെ വേണ്ടിയിട്ടാണ് നോമെക്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോമെക്സ് നമുക്ക് ആസ്ബറ്റോസിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടും നമുക്ക് നോമെക്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ഈ നോമെക്സ് എന്ന് പറയുന്നത് എന്താ? ഹൈലി സ്ട്രോങ്ങും അതുപോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ ബ്ലേഡ്സ്, എയ്റോപ്ലെയിൻ്റെ ടെയിൽ ഫിൻസ്, അതേപോലെ വളരെയധികം കൂടുതലായിട്ട് എയറോസ്പേസ് ആപ്ലിക്കേഷൻസും ഇതിനുണ്ട്, നോമെക്സിന് പ്രസൻ്റ് ആയിട്ടുണ്ട്. പിന്നെ നോമെക്സിൻ്റെ സൗണ്ട് ക്വാളിറ്റീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൺസേർട്ട് ഹാൾ കനോപ്പീസിലൊക്കെ നമ്മൾ എന്താണ്, അതുപോലെ ലൗഡ് സ്പീക്കർ ഡ്രൈവേഴ്സിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നോമെക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നോമെക്സ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് നമ്മൾ 60% കെവ്ലാറിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടിയർ റെസിസ്റ്റൻസ് അതുപോലെ അബ്രാഷൻ റെസിസ്റ്റൻസ് ഒക്കെ വളരെയധികം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിന് വളരെയധികം കൂടുതൽ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇനി നെക്സ്റ്റ് എക്സാമ്പിളാണ് എന്ത്? ലെക്സാൻ എന്ന് പറയുന്നത്. ലെക്സാൻ്റെ വേറൊരു നെയിമാണ് എന്ത്? പോളികാർബണേറ്റ് റെസിൻ എന്ന് പറയുന്നത്.
അവരുടെ പ്രത്യേകത, ഈ പോളിമറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കാർബണേറ്റ് ഗ്രൂപ്പ്സ് കാണാൻ പറ്റും. OC ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബണേറ്റ് ഗ്രൂപ്പ്സ്. ഇനി എങ്ങനെയാണ് ലെക്സാൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസ്ഫിനോൾ A അതായത് അല്ലെങ്കിൽ BPA, അതിൻ്റെ കൂടെ ഫോസ്ജീൻ COCl2 ൻ്റെയും പോളി കണ്ടൻസേഷൻ പ്രൊഡക്റ്റാണ് എന്ത്? നമ്മുടെ ലെക്സാൻ എന്ന് പറയുന്നത്. ഇതാണ് ബിസ്ഫിനോൾ A എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഇത് ഫോസ്ജീനും, ഇവിടുന്ന് ഈ ഹൈഡ്രജനും ഈ ക്ലോറിൻ ആറ്റം ഒരു HCl എലിമിനേറ്റ് ചെയ്ത് ഈ ഓക്സിജൻ കാർബണിലേക്ക് ബോണ്ട് ഫോം ചെയ്യും. അതുപോലെ ഈ ഒരു ബിസ്ഫിനോൾ A ഈ സൈഡിലുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലോറിനും ഈ ഒരു ഭാഗത്തെ ബിസ്ഫിനോളത്തെ ഹൈഡ്രജനും കൂടെ വേറൊരു HCl എലിമിനേറ്റ് ചെയ്ത് ഈ ഓക്സിജൻ ഈ കാർബണിക്ക് എന്ത് ചെയ്യും? ഒരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലെക്സാൻ. 2 HCl എലിമിനേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലെക്സാൻ എന്ന പ്രൊഡക്റ്റ് നമുക്ക്, അല്ലെങ്കിൽ പോളിമർ നമുക്ക് കിട്ടുന്നത്. ഇനി ലെക്സാൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഹൈലി ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അതുപോലെ ഹൈ ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ് ഉള്ള ഒരു പോളിമറാണത്. അതുപോലെ തന്നെ ഗുഡ് ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ഫ്ലെയിം റിട്ടാർഡൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ലെക്സാന് പ്രസൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഇലക്ട്രിക്കൽ ടെലികമ്മ്യൂണിക്കേഷൻ ഹാർഡ്വെയർസിലും അതുപോലെ ഹൈ സ്റ്റെബിലിറ്റി ഉള്ള കപ്പാസിറ്റേഴ്സിൽ ഡയലക്ട്രിക് ഒക്കെ ആയിട്ടാണ് നമ്മൾ ലെക്സാനെ മെയിൻലി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വേറെ പ്രോപ്പർട്ടി, ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹൈലി ട്രാൻസ്പെറൻറ്റ് ടു വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റിന് ഹൈലി ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഗ്ലാസിനേക്കാളും ബെറ്റർ ആയിട്ട് ലൈറ്റ് ട്രാൻസ്മിഷൻ നമുക്ക് ലെക്സാനിൽ പോസിബിൾ ആണ്. അതുകൊണ്ട് ലെക്സാൻ്റെ ഹാർഡായിട്ടുള്ള ഒരു കോട്ടിങ് നമുക്ക് ഐ വിയറിംഗ് ലെൻസസിലൊക്കെ കാണാൻ പറ്റും, നമ്മുടെ ഐസിനെ UV ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ സൺഗ്ലാസ് ലെൻസിലും സേഫ്റ്റി ഗൂഗിൾസ്, സ്വിമ്മിങ് ഗൂഗിൾസിൽ, സ്ക്യൂബ മാസ്കിലൊക്കെ നമുക്ക് ലെക്സാൻ കണ്ടെത്താൻ പറ്റുന്നതാണ്. ലെക്സാന് നമ്മൾ അതുപോലെ ഓട്ടോമൊബൈൽസിൻ്റെ ഹെഡ് ലാമ്പ് ലെൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു യൂസ് പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് ഫ്ലാറ്റ് അല്ലെങ്കിൽ കേർവ്ഡ് ആയിട്ടുള്ള ഗ്ലേസിങ് വാൾസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡോം ലൈറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലെക്സാനാണ് യൂസ് ചെയ്യുന്നത്. ലെക്സാൻ്റെ വേറെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഹൈലി ലൈറ്റ് വെയ്റ്റും ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ഇലക്ട്രോണിക് ഡിസ്പ്ലേ സ്ക്രീൻസ്, മൊബൈൽസിൻ്റെ ഒക്കെ ഇലക്ട്രോണിക് ഡിസ്പ്ലേ സ്ക്രീൻസ്, ഈ പോർട്ടബിൾ ഡിവൈസസിലൊക്കെ നമുക്ക് ലെക്സാനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സെയിം റീസൺ കൊണ്ട് തന്നെ നമുക്ക് ഈ ലെക്സാൻ അതുപോലെ ഡ്യൂറബിൾ ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ലഗേജ്, ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ കേസസും കമ്പ്യൂട്ടർ കേസസ്, റെഡ് ഷീൽഡ്സിലും ഇൻസ്ട്രുമെൻറ്റ് പാനൽസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെക്സാനാണ്. ഇനി മേജർ ആപ്ലിക്കേഷൻ ഓഫ് ലെക്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CDസിൻ്റെയും DVDസിൻ്റെയും ബ്ലൂറേ ഡിസ്കിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെക്സാൻ യൂസ് ചെയ്യുന്നത്.